നാവിലും മനസ്സിലും ഒരേപോലെ രുചിമേളം തീർക്കുന്ന പാനിപൂരി. നമ്മൾ ഭാരതീയരുടെ ഈ പ്രിയപ്പെട്ട സ്ട്രീറ്റ് ഫുഡിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചോദിക്കുന്ന ആളുകൾക്കനുസരിച്ച് ഉത്തരങ്ങളും മാറും. എന്നാൽ പാനിപൂരിയുടെ തുടക്കത്തെക്കുറിച്ച് കേൾക്കുന്ന കഥകളിൽ ഏറ്റവും രസകരമായ ഒന്ന് മഹാഭാരതത്തിലെ ദ്രൗപദിയുമായി ബന്ധപ്പെട്ടതാണ്. ആ കഥയൊന്ന് അറിഞ്ഞാലോ? ഗോൾഗപ്പ, പുച്ക, ഗുപ്ചുപ്പ്, ബത്താഷെ പേരുകൾ പലതാണെങ്കിലും നമ്മൾ ഭാരതീയരുടെ വികാരമാണ് ഈ പാനിപൂരി. എന്നാൽ ഇതിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഏറ്റവും നാടകീയമായ കഥ ചെന്നെത്തുന്നത് പഞ്ചാല രാജകുമാരിയായ ദ്രൗപദിയിലാണ്. വനവാസക്കാലത്ത് അമ്മായിയമ്മയായ കുന്തിദേവി നവദമ്പതിയായ ദ്രൗപദിയുടെ ബുദ്ധിശക്തി പരിശോധിക്കാൻ ഒരു പരീക്ഷണം വച്ചു. ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങും ഒരൊറ്റ ചെറിയ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഗോതമ്പ് മാവും മാത്രമാണ് നൽകിയത്. ഇത് വച്ച് 5 പാണ്ഡവരുടെയും വിശപ്പകറ്റണമെന്നായിരുന്നു കൽപ്പന. സാധാരണക്കാരെ തോൽപ്പിക്കുന്ന ആ വെല്ലുവിളിയെ ദ്രൗപദി തന്റെ ബുദ്ധി ഉപയോഗിച്ച് നേരിട്ടു. ചെറിയ മാവുരുളകൾ ഉണ്ടാക്കി അത് വറുത്തെടുത്ത് ഉള്ളിൽ ഉരുളക്കിഴങ്ങ് മിശ്രിതം നിറച്ച് ആ കൊച്ചു വിഭവം 5 പേരുടെയും വിശപ്പടക്കാൻ പാകത്തിലാക്കി ദ്രൗപദി മാറ്റിമറിച്ചു. ഇതിൽ സന്തോഷിച്ച കുന്തിദേവി ഈ വിഭവത്തിന് അമരത്വം നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ഐതിഹ്യങ്ങൾ അങ്ങനെയെങ്കിൽ ചരിത്രകാരന്മാർക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. പുരാതന മഗധ സാമ്രാജ്യത്തിലാണ്, അതായത് ഇന്നത്തെ ബീഹാറിലാണ് പാനിപൂരിയുടെ യഥാർത്ഥ തുടക്കമെന്ന് ചരിത്രം പറയുന്നു. അന്ന് ഇതിന്റെ മുൻഗാമി അറിയപ്പെട്ടിരുന്നത് ഫുൽക്കി എന്ന പേരിലായിരുന്നു. മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ ബുദ്ധിവൈഭവമാണോ അതോ പുരാതന മഗധയിലെ തെരുവുകളിൽ പിറവിയെടുത്ത ഫുൽക്കിയാണോ ശരി? ഉത്തരം ഏതുമാകട്ടെ, വടക്ക് ഗോൾഗപ്പയായും കൊൽക്കത്തയിൽ പുച്കയായും കേരളത്തിൽ പാനിപൂരിയായും ഈ കൊച്ചി വിഭവം ഇന്നും കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിക്കൊണ്ട് മുന്നേറുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.